ആദ്യത്തെ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഗ്രഹങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹായ്, ചൊവ്വ ലോകത്തിലേക്ക് സ്വാഗതം. മണാലിയിൽ പോകണോ കാശ്മീർ പോകണോ? കുറെ വീഡിയോസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അതുപോലെ തന്നെ എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരുപാട് പേരുടെ പ്രധാന സംശയമാണ് മണാലിക്ക് പോകണോ കാശ്മീർ പോകണോ. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരേ മറുപടി, നിങ്ങൾക്ക് എവിടെയാണോ പോവേണ്ടത് അവിടെ പോവുക. ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇതെല്ലാം നമ്മളുടെ ആഗ്രഹങ്ങളാണ്. ഞങ്ങൾ മണാലിക്ക് പോകണോ, അതോ കാശ്മീർ പോകണോ, അതോ ഗോവയിൽ പോകണോ, കേരളത്തിൽ പോകണോ, ഇതെല്ലാം നമ്മളുടെ ആഗ്രഹങ്ങളാണ്. നമ്മൾക്ക് എവിടെ പോകാൻ ആഗ്രഹമുണ്ടോ അവിടെ പോവുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പം ഞാൻ മണാലിയിലാണുള്ളത്. ഞങ്ങൾക്ക് മണാലി പാക്കേജസ് മാത്രമാണുള്ളത്. എന്നെ വിളിക്കുന്നവരോട് നിങ്ങൾ കാശ്മീർ പോകാൻ പാടില്ല, അത് കൊള്ളത്തില്ല, മണാലിയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മണാലി മാത്രമാണ് നല്ലതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ കാശ്മീരിലും പോയിട്ടുണ്ട്, ഞാൻ മണാലി താമസിക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ സ്ഥലവും നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ചയിലാണ് ഇരിക്കുന്നത്. ആ സ്ഥലമാണ് ഏറ്റവും ഭംഗി, ഈ സ്ഥലമാണ് ഏറ്റവും ഭംഗിയെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം യാത്ര പോയവർക്ക് അത് പറയാൻ പറ്റുള്ളൂ. യാത്രകൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ഈ സ്ഥലമാണ് ഏറ്റവും ഭംഗിയുള്ള സ്ഥലമെന്ന് ആരോടും പറയില്ല. ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ ഭംഗിയും അതിൻ്റെതായ കൾച്ചറും അതിൻ്റെതായ രീതികളും ഭൂമിശാസ്ത്രപരമായിട്ടും അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലായിട്ടും പല പ്രത്യേകതകൾ ഓരോ സ്ഥലങ്ങൾക്കും ഉണ്ട്. ഞങ്ങൾക്ക് മണാലി പാക്കേജസ് മാത്രമാണുള്ളത്. മണാലിക്ക് വരാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മൾ നമ്മുടെ ഐറ്റിനറിയും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും. എല്ലാ ഡീറ്റെയിൽസും വളരെ വ്യക്തമായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കും. മണാലിയിൽ ഞാൻ മാത്രമല്ല ഈ ഒരു പാക്കേജ് ചെയ്യുന്നത്, എന്നെ പോലെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, ഏത് പാക്കേജ് എടുക്കണം, ആരുടെ പാക്കേജിൽ പോകണം, ഏത് പ്രൈസിങ് എങ്ങനെ കമ്പയർ ചെയ്യണം, ഓരോ രീതിയിലും സർവീസിലും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ കയ്യിൽ ചോയ്സ് ഉണ്ട്. നിങ്ങളാണ് ഡിസിഷൻ മേക്കേഴ്സ്. എന്തായാലും നിങ്ങളാണ് തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഗ്രഹങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.